ഞാൻ ആർജയനാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഫൈനൽ കളിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് പ്രതിഷേധം എന്ന് പറയാം. കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഫൈനൽ കളിക്കുമ്പോൾ കേരളത്തെ ടീമാക്കുന്നത് വലത്തുനിന്ന് ഓടിക്കേറി വരുന്ന റിനോ ആൻഡോ, ഇടത്തുനിന്ന് കയറി വരുന്ന CK വരുന്നോ, നടുവിൽ നിന്ന് ചാട്ടുളി പോലെ പൂമരം ഉണ്ടാക്കുന്ന ഹോസ് ഒന്നുമല്ല. കേരളം എന്നുള്ള ടീം തോറ്റ് തുപ്പിട്ട് ടേബിളിന്റെ അടിയിൽ ഒരു ഗോൾ പോലും അടിക്കാൻ സാധിക്കാതെ കൊഞ്ചു പരുവത്തിൽ ഇങ്ങനെ മടങ്ങിക്കിടന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടീമാക്കിയ 50,000-ലേറെ ആരാധകരുണ്ട്. മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും തൃശ്ശൂരിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും പാലയിൽ നിന്നും ഇതിന് ഫോർട്ട് കൊച്ചിയിൽ നിന്നും വരെ വണ്ടി വാടകയ്ക്ക് എടുത്ത് അടിക്കട മക്കളെ ഗോൾ എന്ന് പറഞ്ഞ് ഇവിടെ തൊണ്ട പൊട്ടി അലറി വിളിച്ച ആരാധകര്. ഓർക്ക് വേണ്ടിയാണ് വീഡിയോ. കാര്യം ഓരുടെ മനസ്സാണ് 3-4 ദിവസമായിട്ട് വേദനിക്കുന്നത്. ഓർക്കൊന്നും ടിക്കറ്റ് ഇല്ല. കളിയുടെ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഇവിടെ ഗ്രൗണ്ടിൽ വന്നു കഴിയുമ്പോൾ ഇപ്പൊ പറയുന്നത് ടിക്കറ്റ് എല്ലാം വിറ്റുപോയിനപ്പാ, ടിക്കറ്റ് എല്ലാം വെബ്സൈറ്റിലൂടെ വിറ്റുപോയിന്. കഷ്ടപ്പെട്ട് വന്ന ഫാൻസിന് ടിക്കറ്റ് ഇല്ല. പക്ഷെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ആളുകളുടെ 15, 20, 25 ടിക്കറ്റുകൾ VIP നോട്ട് ഫോർ സെയിൽ പാസ് കാണുമ്പോഴാണ് ഞങ്ങളുടെ ആരാധകരുടെ മനസ്സ് കൂടുതൽ വിഷമിക്കുന്നത്. കാര്യം അങ്ങനെ ടിക്കറ്റുമായിട്ട് നാളെ സ്റ്റേഡിയത്തിൽ വരുന്ന എത്ര പേർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പായത്തിന്റെ കളർ അറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അതിൽ ഫുട്ബോൾ അറിയാവുന്ന എത്ര പേരുണ്ട്? മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ കേരളം എന്നുള്ള ടീം തോറ്റുകൊണ്ടിരുന്നപ്പോൾ AC മുറിയിൽ നിന്ന് പോപ്കോൺ ചവച്ചുകൊണ്ടിരുന്നവർക്കാണ് ഇപ്പൊ ടിക്കറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ നാളെ ബംഗാൾ ഗോൾ അടിക്കുമ്പോൾ കേരളം ജയിച്ചേ എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന സീൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. വളരെ ഡിസാർട്ടനിങ് ആണ്. കാര്യം സ്പോർട്സ്മാൻഷിപ്പിനായിരുന്നു ബഹുമാനിക്കുന്നെങ്കിൽ കൊടുക്കണമായിരുന്നു വരിയെണ്ണി തലയെണ്ണി അർഹതയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യഥാർത്ഥ ആരാധകർക്ക്, എല്ലാ കളിയും കാണാൻ വന്ന ആരാധകർക്ക് ടിക്കറ്റ് പൈസ നമ്മൾ എത്ര വേണമെങ്കിലും കൊടുക്കുമായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ഫെയർ. ദിസ് ഇസ് നോട്ട് വാട്ട് യു കോൾ സ്പോർട്സ്മാൻഷിപ്പ്. ദിസ് ഇസ് വാട്ട് യു കോൾ സ്റ്റംപേഡിംഗ് ഓവർ ദി സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻ. വളരെയധികം ഡിസാർട്ടനിങ് ആണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ബ്ലാക്ക് മാർക്കറ്റിൽ ടിക്കറ്റ് വിൽക്കുന്ന ചേട്ടന്മാരോടാണ്. എന്റെ പൊന്നു ചേട്ടന്മാരെ, പുലിമുരുകന്റെയോ കബാലിയുടെയോ ടിക്കറ്റ് വിൽക്കുന്ന ലാഘവത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് നിങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കരുത്. കാര്യം നിങ്ങൾ വിൽക്കുന്നത് ഒരു സിനിമയുടെ ടിക്കറ്റ് അല്ല, ഒരു ജനതയുടെ വികാരത്തെയാണ്. 2000 രൂപയ്ക്കും 500 രൂപയ്ക്കും 300 രൂപയുടെ ടിക്കറ്റ് നിങ്ങൾ പുറത്ത് വിൽക്കുമ്പോൾ നിങ്ങൾ ആ ടിക്കറ്റ് കളി കാണാൻ ആഗ്രഹമുള്ള യഥാർത്ഥ ആരാധകർക്ക് നമ്മൾ തലശ്ശേരി നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരെ ടിക്കറ്റില്ല തിരിച്ചു പോകുന്നവരെ വളരെയധികം സങ്കടമുണ്ട്. കാര്യം ഇനി അവസാനമായിട്ട് പറയാനുള്ളത് ഒരു റിക്വസ്റ്റ് ആണ്. വലിയ ടീമുകൾ അവരുടെ ആരാധകർക്ക് വേണ്ടി എന്ന് നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സന്ദേശം പടത്തിൽ ജയറാമേട്ടൻ തിരുവനന്തപുരത്ത് പുറത്ത് TV-യിൽ സ്ക്രീനിൽ സത്യപ്രതിജ്ഞ കണ്ടു എന്ന് പറഞ്ഞ പോലെ പറയാനായിട്ടെങ്കിലും നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പുറത്ത് നിങ്ങളൊരു സ്ക്രീൻ അറേഞ്ച് ചെയ്യണം. ഞങ്ങൾ വന്ന് അവിടെ നിന്നെങ്കിലും കണ്ടോളാം. കാര്യം ജയറാമേട്ടൻ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നമ്മൾ സത്യപ്രതിജ്ഞ കണ്ടു എന്ന് പറഞ്ഞ പോലെ കലൂർ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കളി കണ്ടു എന്നെങ്കിൽ നാട്ടിൽ പോയി പറഞ്ഞോട്ടെ. സോ അവസാനമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്, നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സച്ചിൻ ടെണ്ടുൽക്കർ സാറിനോട് റിക്വസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. ഇത് അദ്ദേഹം കണ്ട് ഇത് ഷെയർ ആയി അദ്ദേഹം എങ്ങനെയെങ്കിലും അറിയും, എന്തെങ്കിലും ഇതിലൂടെ ചെയ്യുമെന്ന് കരുതിയാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് എ മെസ്സേജ്, a request to Sachin Tendulkar. Sir, we are the real fans of Kerala Blasters Football Club. We have no tickets. All tickets seem to be sold in the black market. So please arrange a screen outside the stadium. Please arrange a screen outside the stadium because we love the team. We love you. You are a sportsman. And നിങ്ങൾക്ക് മനസ്സിലാകും സ്പോർട്സ്മാൻഷിപ്പിന്റെ യഥാർത്ഥ അർത്ഥം. അതുകൊണ്ട് ഒരു സ്ക്രീൻ അറേഞ്ച് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. പ്ലീസ് ഡു സംതിങ് ഇൻ ദിസ് റിഗാർഡ്. നിങ്ങൾ കളി കണ്ടോട്ടപ്പാ. നിങ്ങളാണ് യഥാർത്ഥ ആരാധകർ.